നക്ഷത്ര നിബിഡമായ ഒരു രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. അറ്റമില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ നാം ശരിക്കും തനിച്ചാണോ? കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അതിലേറെ ഗ്രഹങ്ങളുമുള്ള ഈ പ്രപഞ്ചത്തിൽ ബുദ്ധിശക്തിയുള്ള മറ്റൊരു ജീവവർഗം ഉണ്ടാകാനുള്ള സാധ്യത ശാസ്ത്രപരമായി വളരെ കൂടുതലാണ്. എന്നാൽ പതിറ്റാണ്ടുകളായി നമ്മൾ ആകാശത്തേക്ക് കണ്ണു നട്ടിരുന്നിട്ടും അന്യഗ്രഹ ജീവികളിൽ നിന്ന് ഒരു സിഗ്നൽ പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ നിഗൂഢതയെ ശാസ്ത്രലോകം ഫെർമി പാരഡോക്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് വിചിത്രവും എന്നാൽ തികച്ചും യുക്തിസഹവുമായ ഒരു പുതിയ വിശദീകരണവുമായി വന്നിരിക്കുകയാണ് നാസയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ഡോക്ടർ റോബിൻ കോർബറ്റ്. അന്യഗ്രഹ ജീവികൾക്ക് നമ്മോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതിനോ അല്ലെങ്കിൽ അവർക്ക് നമ്മെ കണ്ടെത്താൻ കഴിയാത്തതിനോ കാരണം അവർക്ക് നമ്മളെ മടുത്തത് കൊണ്ടായിരിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. നാസയുടെ ഗൊദാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിലെ സീനിയർ റിസർച്ച് സയൻറ്റിസ്റ്റായ ഡോക്ടർ കോർബറ്റ് മുന്നോട്ട് വെക്കുന്നത് ഈ സിദ്ധാന്തത്തെ റാഡിക്കൽ മുണ്ടാനിറ്റി അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ സാധാരണത്വം എന്ന് വിളിക്കാം. നമ്മൾ സാധാരണയായി സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നത് പോലെ അതിമാനുഷികമായ കഴിവുകളുള്ളവരോ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന പേടകങ്ങൾ ഉള്ളവരോ അല്ല അന്യഗ്രഹ ജീവികളെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. മറിച്ച് അവർ നമ്മെ പോലെ തന്നെ വളരെ സാധാരണക്കാരായ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ നമ്മളെക്കാൾ അല്പം മാത്രം മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗമാകാനാണ് സാധ്യത. പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഇരുന്നു കൊണ്ട് അവർ തങ്ങളുടെ അയൽപ്പക്കത്തെ ഗ്രഹങ്ങളെല്ലാം നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം. അവിടെയൊന്നും വലിയ അത്ഭുതങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ പുതിയ ലോകങ്ങളെ തിരയാനുള്ള അവരുടെ ആവേശം അസ്തമിച്ചിരിക്കാം എന്നാണ് കോർബറ്റ് നിരീക്ഷിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വികാസത്തിൽ ഒരു പരിധി ഉണ്ടായേക്കാം എന്ന ചിന്തയാണ് ഈ സിദ്ധാന്തത്തിൻ്റെ കാതൽ. നമ്മൾ ഇന്ന് iPhone 15 അല്ലെങ്കിൽ iPhone 16 ഉപയോഗിക്കുന്നു എന്ന് കരുതുക. അന്യഗ്രഹ ജീവികൾ ഒരുപക്ഷെ iPhone 42 ഉപയോഗിക്കുന്നവരാകാം. എന്നാൽ അതൊരിക്കലും ഒരു മാന്ത്രിക ഉപകരണമല്ല. അത് നിലവിലുള്ള സാങ്കേതിക വിദ്യയുടെ പരിഷ്കരിച്ച രൂപം മാത്രമാണ്. അതായത് ഭൗതിക ശാസ്ത്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തമോദ്വാരങ്ങളിലൂടെ യാത്ര ചെയ്യാനോ പ്രകാശത്തേക്കാൾ വേഗത്തിൽ വിവരങ്ങൾ കൈമാറാനോ ഉള്ള ശേഷി ഒരുപക്ഷെ പ്രപഞ്ചത്തിൽ ഒരിടത്തും ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ മറ്റൊരു നക്ഷത്ര സമൂഹത്തിലേക്ക് ഒരു സന്ദേശം അയക്കണമെങ്കിൽ പോലും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇത്രയും വലിയ കാലതാമസവും അതിനായി ചിലവാക്കേണ്ടി വരുന്ന ഭീമമായ ഊർജവും കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു ജീവവർഗത്തെ കണ്ടെത്തുക എന്നത് അത്ര ലാഭകരമായ ഒരു ഇടപെടലല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. മറ്റൊരു വശത്ത് നിന്ന് നോക്കിയാൽ ഭൂമി എന്നത് അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ചിടത്തോളം അത്ര കൗതുകം ഉണർത്തുന്ന ഒരിടമായിരിക്കില്ല. പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള കോടിക്കണക്കിന് ഗ്രഹങ്ങൾ വേറെയുമുണ്ട്. ഈ ഗ്രഹങ്ങളെല്ലാം സന്ദർശിച്ചോ അല്ലെങ്കിൽ ദൂരദർശിനികൾ വഴി നിരീക്ഷിച്ചോ മടുത്ത ഒരു നാഗരികതയെ സംബന്ധിച്ചിടത്തോളം ഭൂമി മറ്റൊരു സാധാരണ ഗ്രഹം മാത്രമാണ്. മനുഷ്യർ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് എത്രമാത്രം ആകാംക്ഷഭരിതരാണോ അത്രയും മടുപ്പ് അവർക്ക് നമ്മളോട് തോന്നിയിട്ടുണ്ടാകാം. പ്രപഞ്ചത്തിലെ നാഗരികതകൾ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ പുറം ലോകവുമായുള്ള ആശയവിനിമയത്തെക്കാൾ സ്വന്തം ഗ്രഹത്തിലെ പ്രശ്ന പരിഹാരങ്ങൾക്കും സുസ്ഥിരതയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ടാകാം. ഇതാണ് അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള നിശബ്ദതയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് ഡോക്ടർ കോർബറ്റ് വാദിക്കുന്നു. എന്നാൽ ശാസ്ത്രലോകത്തെ ഈ സിദ്ധാന്തത്തിന് എതിരഭിപ്രായങ്ങളും ശക്തമാണ്. പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ പ്രൊഫസർ മൈക്കൽ ഗാരറ്റ് പറയുന്നത് മനുഷ്യ സഹജമായ മടുപ്പ് അല്ലെങ്കിൽ ഉദാസീനത പ്രപഞ്ചത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നാണ്. ഓരോ ജീവവർഗത്തിനും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടാകാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു നാഗരികതയ്ക്ക് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഡൽഹാം സർവകലാശാലയിലെ പ്രൊഫസർ മൈക്കൽ ബൊലാൻഡറിനെ പോലെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് അന്യഗ്രഹ ജീവികൾ നമ്മെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. ഭൂമിയിൽ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വിശദീകരിക്കാനാവാത്ത ആകാശ പ്രതിഭാസങ്ങൾ അഥവാ UAPകൾ ഒരുപക്ഷെ അവരുടെ സാന്നിധ്യത്തിൻ്റെ തെളിവുകളാവാം. മനുഷ്യന് അപ്രാപ്യമായ വേഗതയിലും രീതിയിലും സഞ്ചരിക്കുന്ന ഈ വാഹനങ്ങൾ കോർബറ്റിൻ്റെ സാധാരണത്വ സിദ്ധാന്തത്തിന് വിരുദ്ധമാണ്. പ്രപഞ്ചം ഒച്ചപ്പാടുകളില്ലാത്ത ഒരു ശാന്തമായ ഇടമായിരിക്കുന്നതിന് പിന്നിൽ ഗാലക്സിയിലെ പരിമിതികളും ഒരു ഘടകമായിരിക്കാം. ഒരു നാഗരികത വളർന്ന് പന്തലിച്ച് ഒരു ഘട്ടം എത്തുമ്പോൾ അവർ നേരിടുന്ന വിഭവക്ഷാമം കാലാവസ്ഥാ വ്യതിയാനമോ അവരെ മറ്റ് ലോകങ്ങൾ തിരയുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം. നക്ഷത്രാന്തര യാത്രയ്ക്ക് ആവശ്യമായ വൻതോതിലുള്ള ഊർജം കണ്ടെത്തുക എന്നത് ഏതൊരു പുരോഗമിച്ച നാഗരികതയ്ക്കും വെല്ലുവിളിയാണ്. അന്യഗ്രഹ ജീവികൾ ഒരുപക്ഷെ അവരുടെ സ്വന്തം സൗരയൂഥങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം.
പ്രപഞ്ചത്തിലെ ദൂരങ്ങൾ അത്രമേൽ വലുതായതുകൊണ്ട് തന്നെ ഒരു റേഡിയോ സന്ദേശം അയച്ച് അതിന് മറുപടി ലഭിക്കുമ്പോഴേക്കും അയച്ച ജീവവർഗം തന്നെ ഇല്ലാതായിട്ടുണ്ടാകാം. ഇത്തരം പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ആശയവിനിമയത്തിനുള്ള താല്പര്യം ഇല്ലാതാക്കുന്നു. കോർബറ്റിന്റെ ഈ നിരീക്ഷണം മനുഷ്യ കേന്ദ്രീകൃതമായ നമ്മുടെ ലോകവീക്ഷണത്തിന് ഒരു തിരിച്ചടി കൂടിയാണ്. നമ്മൾ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണെന്നും എല്ലാവരും നമ്മെ നോക്കിയിരിക്കുകയാണെന്നുമുള്ള ധാരണ തെറ്റാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഒരുപക്ഷെ ഒരു വലിയ സമുദ്രത്തിലെ ചെറിയൊരു ദ്വീപിലെ നിവാസികളെ പോലെ ആവാം. ദൂരെയുള്ള വൻകരകളിലുള്ളവർക്ക് നമ്മുടെ സാന്നിധ്യം അറിയാമായിരിക്കാം, പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടോർത്ത് അവർ അത് അവഗണിക്കുന്നതാവാം. ഈ കോസ്മിക് നിശബ്ദത അങ്ങേയറ്റം ഭയാനകമായി തോന്നാമെങ്കിലും അതിലൊരു ശുഭ സൂചനയുണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നു. അന്യഗ്രഹ ജീവികൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നില്ല എന്നതിനർത്ഥം പ്രപഞ്ചം ഒരു പരിധിവരെ സുരക്ഷിതമാണ് എന്നുകൂടിയാണ്. എങ്കിലും ശാസ്ത്രം ഒരിക്കലും അന്വേഷണം അവസാനിപ്പിക്കുന്നില്ല. ഡോക്ടർ കോർബറ്റിന്റെ സിദ്ധാന്തം ശരിയാണെങ്കിൽ പോലും മനുഷ്യന്റെ ജിജ്ഞാസ നമ്മളെ പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അയക്കുന്ന സന്ദേശങ്ങൾ ഒരുപക്ഷെ മറ്റൊരു ലോകത്തെ ഒരു സാധാരണ ജീവി കാണുകയും അതിന് മറുപടി നൽകാൻ മടിക്കുകയും ചെയ്യുന്നുണ്ടാവാം. എന്നാൽ എന്നെങ്കിലും ഒരിക്കൽ ഈ മടുപ്പിന്റെ മതിൽ തകർക്കപ്പെടുമെന്നും പ്രപഞ്ചത്തിലെ മറ്റൊരു ശബ്ദം നമ്മൾ കേൾക്കുമെന്നും തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അന്യഗ്രഹ ജീവികൾ നമ്മളെപ്പോലെ തന്നെ പരിമിതികൾ ഉള്ളതാണെന്ന ചിന്ത അവരോടുള്ള നമ്മുടെ ഭയം കുറയ്ക്കാനും ഒപ്പം ഈ പ്രപഞ്ചത്തിന്റെ വിശാലതയെ കൂടുതൽ ആദരവോടെ നോക്കിക്കാണാനും നമ്മെ സഹായിക്കും. അന്യഗ്രഹ ജീവികൾക്ക് നമ്മളെ മടുത്താലും ഇല്ലെങ്കിലും മനുഷ്യൻ ആകാശത്തേക്ക് നോക്കുന്നത് അവസാനിപ്പിക്കില്ല. കാരണം ഈ സാധാരണത്വത്തിനിടയിലും അസാധാരണമായ ഒന്ന് കണ്ടെത്തുക എന്നതാണ് മനുഷ്യവർഗത്തിന്റെ ചരിത്രം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.